ഹായ് ഡിയേഴ്സ്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്ററിലെ എല്ലാ വർഷവും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഗ്രോത്ത് മോഡൽസ് എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ. ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത് അതെങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞത്. കോമൺ ആയിട്ട് ഏതൊരു പോപ്പുലേഷൻ ആണെങ്കിലും രണ്ട് ഗ്രോത്ത് മോഡൽസ് ആണ് അവിടെ കാണിക്കാനുള്ളത്. ഒന്നാണ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മോഡലും രണ്ടാമത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലും. ഏതൊരു പോപ്പുലേഷനും ഈ രണ്ട് മോഡലിൽ ഏതിലൊരെണ്ണമായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയാലോ. ഈ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന റിസോഴ്സസ്, ആ പോപ്പുലേഷന് കിട്ടുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആണ്. നമ്മൾ ഇഷ്ടം പോലെ ഫുഡ് അവിടെ കൊടുക്കുവാണ്, പ്രൊവൈഡ് ചെയ്യാണ്. അപ്പം ലോജിസ്റ്റിക് ഗ്രോത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് ഗസ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. റിസോഴ്സസ് ആർ ലിമിറ്റഡ് കണ്ടീഷനിലായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു പോപ്പുലേഷന് റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിട്ട് കൊടുത്താൽ ആ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുകയോ ഉള്ളോ കുറയുകയോ ഉള്ളോ? നമുക്കറിയാം, റിസോഴ്സസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനായിട്ട് പോകില്ല. റിപ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ പോപ്പുലേഷൻ അങ്ങ് ലിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഗ്രാഫിൽ ഇതൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ നേരെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരാക്സിസിൽ നമ്മൾ ആ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കൊടുക്കുകയാണ്. പോപ്പുലേഷൻ്റെ സൈസ് കൂടുന്നത് നമ്മൾ ഇൻക്രീസ് ആകുന്നത് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് കൂടുന്നത് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു സൈഡിൽ. ആൻഡ് ഇവിടെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇമാജിൻ ചെയ്യുക, നമ്മുടെ മുൻപിൽ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ഒരു 60 ക്യാറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 60 ക്യാറ്റ്സ്. ഈ 60 ക്യാറ്റ്സിന്റെ പോപ്പുലേഷൻ നമ്മളിവിടെ പറയാണ് അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തോരം മേളിൽ റിപ്രൊഡ്യൂസ് ചെയ്ത് എന്തോരം മേളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പം നേരെ നമുക്കറിയാം, ഇവിടെ നമ്മൾ 50 ആൻഡ് 100, 150, 200 ആൻഡ് 250 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവരോട് എന്തോരം പേരും വളർന്നു പൊക്കോളാൻ പറഞ്ഞു. അപ്പം നേരെ ഇവർ 50-60 പേരുണ്ടായിരുന്നത് ഫസ്റ്റ് ഇത് ഇങ്ങനെ പയ്യെ ഒന്ന് ഗ്രോത്ത് 50 പേരുണ്ടായിരുന്ന ഒരു 60 പേരുണ്ടായിരുന്നത് 70 പേരായി, 70 പയ്യെ ഒരു 80 80, 90, 100 എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കൂടാൻ തുടങ്ങിയിട്ട് ഇവരുടെ നേരെ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. ഒറ്റയടിക്കൊരു ഗ്രോത്ത് അങ്ങ് കയറിപ്പോയി. പയ്യെ ഒന്ന് ഉള്ള റിസോഴ്സുകളെല്ലാം വെച്ച് പയ്യെ 60 പേരുള്ളത് പയ്യെ ചെറുതായിട്ട് ഒരു 80 പേരായി, 80, 100 അങ്ങനെ ഒറ്റയടിക്ക് പിന്നെ പെട്ടെന്ന് അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റിയത് ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കാണാൻ പറ്റിയത്, ഒരു സ്പീഡിലുള്ള ഒരു ഗ്രോത്ത് ആണ് കാണാൻ പറ്റിയത്. അപ്പം ഇവിടെ കിട്ടിയ ഗ്രാഫ് നമുക്കൊരു ജെ ഷേപ്ഡ് കർവ് ആണ് കിട്ടുന്നത്. ഒരു ജെ ഷേപ്ഡ് കർവ് കിട്ടി. ഒരു ജെയുടെ ഷേപ്പിലുള്ള കർവാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കാര്യം നോക്കാനായിട്ട് പോവാണ്. ഈ ലോജിസ്റ്റിക് ഗ്രോത്തിൽ എങ്ങനെ ആയിരിക്കാം അത് സംഭവിക്കാൻ നമുക്ക് നോക്കാൻ പോവാണ്. അപ്പം ഈ സെയിം 60 ക്യാറ്റിന് നമ്മൾ ഇവിടെയും ഫുഡ് കൊടുത്തു. പക്ഷെ ഫുഡ് എന്താ? ലിമിറ്റഡ് ഫുഡാണ്. 50, 100, 150, 200 ആൻഡ് 250 ഇവിടെ മാർക്ക് ചെയ്യുന്നു. ആ പോപ്പുലേഷൻ്റെ സൈസിനെ ഇവിടെ കൂടുന്നതായിട്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ടൈം നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ എന്താണ് ടൈം? 1, 2, 3, 4, 5 ഇങ്ങനെ നമ്മൾ ചുമ്മാ ടൈം ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്കറിയാനുള്ളത് എന്ത് ഗ്രാഫ് കിട്ടും എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയണം. ഇവിടെ സംഭവിക്കുന്ന കാര്യം മക്കളെ, 60 പേരുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു ലിമിറ്റ് വയ്ക്കുകയാണ്. ലിമിറ്റ് ശ്രദ്ധിച്ചോണേ, റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റിന് നമ്മൾ പറയാണ് ഇവിടെ ഒരു നമുക്ക് നോക്കാം, ഒരു 200 ക്യാറ്റ്സ് ആകുമ്പോൾ എന്താണേലും ആ 200 പേരെ ഇവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മേളിൽ നമുക്ക് ഈ 200 ക്യാറ്റിന് മേളിൽ നമുക്കിവിടെ അക്സെപ്റ്റബിൾ അല്ല. അതിൽ കൂടുതലായാൽ കൊടുക്കാൻ ഫുഡ് ഇല്ല എന്നുള്ള കാര്യം ഇവിടെ പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 200 നമ്മൾ വേറൊരു പേരാണ് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ അതിന് പറയുന്ന ഒരു പേര്, ക്യാരിയിങ് കപ്പാസിറ്റി. അതായത് നമ്മൾ പറയാണ് ഇവിടെ നിങ്ങളിപ്പോൾ 60 പേരുണ്ട്, നോ ഇഷ്യൂസ്, റിപ്രൊഡ്യൂസ് ചെയ്തോളൂ, 200 പേരെ വരെ ആക്കിക്കോ. പക്ഷേ 200 പേരിൽ ഒരാൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഫുഡില്ല. അപ്പോൾ 200 വരെ വളർന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയേ, ഈ 50 പേര് അല്ല 60 പേരുണ്ടായിരുന്ന ആൾക്കാർ പയ്യെ 60, 80, 80, 100 ഒരു പയ്യെ വന്നിട്ട് ഈ 100 പെട്ടെന്ന് 150 ഒറ്റയടിക്ക് ഒരു ഗ്രോത്തം കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരു ഗ്രോത്തം കയറി. നമ്മുടെ ജെ ഷേപ്പ് പോലെ തന്നെ ഉള്ള ന്യൂട്രിയൻസിനെ എല്ലാം വെച്ചിട്ട് അവിടെയുള്ള ക്യാറ്റ്സിൻ്റെ നമ്മുടെ ലീഡർ അവരോട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് റിപ്രൊഡ്യൂസ് ചെയ്തോ. നമ്മൾ 60 പേരല്ലേ ഇപ്പോൾ, നിങ്ങൾ പെട്ടെന്ന് റിപ്രൊഡ്യൂസ് ചെയ്ത് ഏകദേശം ഒരു 200 അടുത്താകുമ്പോൾ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒറ്റയടിക്ക് കയറിപ്പോയി. ഇവിടെയും ജെ ഷേപ്ഡ് കർവ് കിട്ടി. പക്ഷെ ഒരു 200 ആയി കഴിഞ്ഞപ്പോൾ, നമ്മളിപ്പോൾ 200 മുകളിൽ വരച്ചില്ല, 200 മുകളിൽ പോകരുത്, ഒരു 200 ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഇനി കയറാൻ പാടില്ല എന്ന് മനസ്സിലായിട്ട് ഇവർ നേരെ ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് പോയി.
കണ്ടോ 200 വന്നപ്പോൾ അങ്ങനെ പോയി. അതായത് ഇവർ പോയത് പയ്യെ ഒന്ന് ലാഗായിട്ട് വന്ന് പെട്ടെന്നൊന്ന് കൂടി പിന്നെ പെട്ടെന്ന് സ്റ്റേഷനറി ആയി. ഈ ഒരു ഷേപ്പ് കിട്ടിയേ. അപ്പൊ ഈ മോളിലുള്ള ഈ ഫേസിന് നമുക്കൊരു പേര് പറയാം, സ്റ്റേഷനറി ഫേസ് എന്ന് പറയാം. ആൻഡ് ഇതാണ് സ്റ്റേഷനറി ഫേസ്. ഇനി താഴെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ലാഗായിട്ടല്ലേ പോയെ, ലാഗ് ചെയ്ത് പയ്യല്ലേ പോയെ, അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പേര് കൊടുക്കാം, ലാഗ് ഫേസ് എന്നൊരു പേര് കൊടുക്കാം. ലാഗ് ഫേസ്, ഇതാണ് ലാഗ് ഫേസ് എന്നൊരു പേര് നമ്മൾ കൊടുക്കുന്നു. ആൻഡ് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒറ്റയടിക്ക് ഗ്രോത്ത് കൂടിയ സ്ഥലമില്ലേ, അവിടെ നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ലോഗ് ഫേസ് ഇല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്നൊരു പേര് കൊടുക്കാം. ലോഗ് ഇല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്നാണ് നമ്മൾ അവിടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പാർട്ടാണ് ലോഗ് ഇല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു ജെ ഷേപ്ഡ് കർവ് ആണ് കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ കർവ് ആയിരുന്നു എന്ത്? ഇതാണ് സിഗ്മോയിഡ് കർവ് എന്ന് പറഞ്ഞൊരു സാധനം. സിഗ്മോയിഡ് കർവ് എന്ന് പറഞ്ഞ സാധനം, ഇല്ലെങ്കിൽ എസ് ഷേപ്ഡ് കർവ് എന്ന് നമ്മൾ പറയും. എസിന്റെ ഷേപ്പിലുള്ള ഒരു കർവ് എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അപ്പൊ ഈ സിഗ്മോയിഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇവർ പോകുന്നത്. മനസ്സിലായോ? ഇനി ഏറ്റവും നമ്മുടെ ഈ ലോകത്ത് കാണാൻ പറ്റുന്ന പോപ്പുലേഷൻസിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എക്സ്പോണൻഷ്യൽ ആണോ ലോജിസ്റ്റിക് ആണോ എന്നൊരു ചോദ്യം വരിക. അപ്പൊ തന്നെ പറയാണ്, ഈ ലോകത്ത് ഫുഡ് അൺലിമിറ്റഡ് ആണോ ലിമിറ്റഡ് ആണോ? നമുക്കറിയാം ഈ ലോകത്ത് ഫുഡ് ലിമിറ്റഡ് ആണ്. ഒരു പോപ്പുലേഷനും ആവശ്യമില്ലാതെ ഫുഡ് കൊടുത്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക്. ഇതൊരു കാരണം വെച്ചാലും റിയലിസ്റ്റിക് അല്ല. അപ്പൊ നമുക്ക് നേരെ പറയാം, എല്ലാം കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പോപ്പുലേഷനിലും കാണുന്ന ഈ ലോജിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതുകൊണ്ട് പറയാം ഇറ്റ് ഈസ് റിയലിസ്റ്റിക് എന്ന് പറയാനായിട്ട് പറ്റും. ഈ രണ്ട് ഗ്രോത്തിലും ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ആരാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. അപ്പോൾ വളരെ 2-3 പോയിന്റുകൾ മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ ജെ ഷേപ്ഡ് കർവ് ആയിരിക്കും. ഇനി റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സിഗ്മോയിഡ് കർവ് ആയിരിക്കും, അല്ലെങ്കിൽ എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ജെ ഷേപ്ഡ് കർവ് ഈസ് നോട്ട് റിയലിസ്റ്റിക്. ആൻഡ് ഇവിടെയോ ഇത് റിയലിസ്റ്റിക് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് മാക്സിമം അവിടെ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ പറയുന്നതാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കെ എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ടാണ്, ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവരുടെ ഇക്വേഷൻ കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫൈനൽ പോപ്പുലേഷൻ സൈസ് കാണാനായിട്ട് നമ്മൾ dn/dt എന്ന് പറഞ്ഞൊരു വാക്ക് എടുക്കുവാണ്. ഫൈനൽ സൈസ് എന്നാണ് ഈ dn/dtയുടെ മീനിങ്. ഇനി അതിനൊരു കോഡ് എഴുതുവാണ്, b-d × n എന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഈ b-d എന്ന് പറഞ്ഞൊരു സംഭവം, ഇതിനെ നമുക്ക് r എന്നൊരു ലെറ്ററിലേക്ക് മാറ്റാം. ഈ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ഇല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈമിൽ നടന്ന ഒരു നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ r എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പറയുന്നത്. നമുക്കറിയാം ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല. എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബെർത്ത മൈനസ് ഡെത്ത് ആണ്. ഒരു പോപ്പുലേഷൻ സൈസ് ഉറപ്പായിട്ടും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നത് ഈ ബെർത്ത മൈനസ് ഡെത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് r വാല്യൂ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു r വാല്യൂ എന്ന് പറയാവേ. ഈ r എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. r വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടന്ന ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ r-നെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇക്വേഷൻ മോഡിഫൈ ചെയ്യാം. dn/dt = b-d ക്ക് പകരം r കൊടുത്താൽ ഇത് rn എന്ന് ആയി, ഇങ്ങനെ ആയി മാറി. മനസ്സിലായോ? ഇതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇക്വേഷൻ. ഒരു കാരണം വെച്ചാലും മറക്കരുത്. ഇനി ഇതിന്റെ ഇന്റഗ്രൽ ഫോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് ഈ പറയുന്ന ഇക്വേഷൻ ഇല്ലേ, നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് ഒരു ഇന്റഗ്രൽ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. nt = n0 e⁻rt എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഫോം ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും എഴുതേണ്ടത്. ഇതിന് എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. nt എന്ന് പറഞ്ഞാൽ ഫൈനൽ സൈസ് ആണ് നമ്മൾ പറയുന്നത്, ഫൈനൽ സൈസ്. ആൻഡ് n0 എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഉള്ള ആ പോപ്പുലേഷന്റെ സൈസ്, ഇനീഷ്യൽ സൈസ് ആണ്. ഇനി e എന്ന് പറയുന്നത് ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം ആണ്. ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം. അതിന് നമുക്ക് 2.7182 എന്നൊക്കെ പറഞ്ഞൊരു വാല്യൂ നമുക്ക് കൊടുക്കാം. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. പിന്നെ r എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് r വാല്യൂ, എന്താണ് പർട്ടിക്കുലർ ടൈമിൽ നടന്നതാണ്. പിന്നെ t ഫോർ ടൈമുമാണ്. അപ്പൊ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ ക്ലിയർ ആയി. ഇതിന്റെ എന്താണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന്റെ ഇന്റഗ്രൽ ഫോം ആണ് ഈ കാണുന്ന ഒരു ഇക്വേഷൻ. ഒരു കാരണം വെച്ചാൽ ഇതിന്റെ സംഗതികൾ എന്താണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി നമുക്ക് അറിയാനുള്ളത് ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത്, ഈ ലോജിസ്റ്റിക്
ഗ്രോത്തിലും ഫൈനൽ സൈസ് എന്ന് പറഞ്ഞാൽ dn/dt നെ കൊണ്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ Rn എന്നുള്ളതും കോമൺ ആയിട്ട് അവിടെ തന്നെ വരുന്നുണ്ട്. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ k-n/k എന്നൊരു സാധനം ഇവിടെ ആഡ് ചെയ്തിട്ടാണ് k-n/k. അതായത് ബാക്കിയുള്ളത് വരെ dn/dt Rn വരെ സെയിം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് k-n/k ഇട്ടേക്കുവാണ്. ഇവിടെ ഈ k റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ്, ക്യാരിയിങ് കപ്പാസിറ്റി ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഇക്വേഷനിൽ ക്യാരിയിങ് കപ്പാസിറ്റി മൈനസ് n സൈസ് ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കപ്പാസിറ്റി കൊടുക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ പൂർണ്ണതയോടുകൂടി എത്തും. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം, ഇതിന് വേറൊരു പേരൂടെ പറയാറുണ്ട്, വെർഹൾസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ ലോജിസ്റ്റിക് ഗ്രോത്തിന് വേറൊരു പേരാണ് വെർഹൾസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയാണ്. ഓക്കെ, ഇനി ഇത് ലോജിസ്റ്റിക് ഗ്രോത്തിൽ പ്ലാന്റ്സിൽ മാത്രമല്ല ആനിമൽസിലും ഏതൊരു സാധനത്തിന് ഏതൊരു പോപ്പുലേഷൻ ആണെങ്കിലും ഇത് തന്നെയാണ് കാണാനായിട്ടുള്ളത്. അത് മറക്കരുത്, അവിടെ പ്ലാന്റ്സിന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, എല്ലാത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉള്ളതാണ്. ഈ ഓരോ സാധനങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഈ ഫോമുകൾ എന്തൊക്കെയാണ്, ഇത് എന്ത് ഇക്വേഷൻ ആണ്, ഈ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാം ഇത് എന്ത് ഇക്വേഷൻ ആണ് ചൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അവിടെ ഒരു പേര് തന്നിട്ട് ചോദിക്കുക ഇതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാന്ന് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ഇ എന്താണ്, കെ എന്താണ്, എൻ എന്താണ്, ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മറക്കരുത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ബൈ ബൈ.